അത് ഈ പൗരാവകാശം എന്ന നില വിട്ടിട്ട് ഹിന്ദുക്കളുടെ ആഭ്യന്തര കാര്യമാവുകയും ഉയർന്ന ജാതി സമൂഹങ്ങൾ എന്ന് കരുതുന്നവരുടെ ഉദാരതയിൽ ജീവിക്കേണ്ടവരാണ് കീഴാള സമൂഹങ്ങൾ എന്നുള്ള ഒരു സങ്കല്പത്തിലേക്കാണ് വൈക്കം സത്യാഗ്രഹം കേരളത്തെ കൊണ്ടെത്തിച്ചത്. അതായത് കേരളത്തിലെ ഉന്നത കുലജാതരെന്ന് കരുതുന്ന മനുഷ്യരുടെ ഉദാരതയിലാണ് ദളിതരുടെയും പിന്നോക്കക്കാരുടെയും ഒക്കെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് എന്ന റിവേഴ്സ് ഗിയറിലുള്ള ഒരു കാര്യത്തിലാണ്, ഒരു നിഗമനത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നത്. അതുകൊണ്ട് ഇപ്പോഴും കേരളം വിചാരിക്കുന്നത് എല്ലാവർക്കും വേണ്ടി വാദിക്കുന്ന സവർണരുണ്ടാവണമെന്ന്. ഈ ആഗ്രഹത്തിന് പിന്നിൽ ഇങ്ങനൊരു ചരിത്രമുണ്ടായിരുന്നു. വെറുതെ ആഗ്രഹിക്കുന്നതല്ല. അതുകൊണ്ടാണ് ഈ പൊതുമണ്ഡലങ്ങളിൽ ഈ ദളിതരിൽ നിന്ന് ജയിക്കാത്തത്. വെറുതെ ജയിക്കാത്തതല്ല, അവർക്ക് എല്ലാവരെയും പ്രതിനിധാനം ചെയ്യാൻ കഴിയുമെന്ന് മലയാളി വിചാരിക്കുന്നില്ലെന്നേ. എല്ലാവരെയും പ്രതിനിധാനം ചെയ്യാൻ കഴിയുന്ന ആർക്കാ? ഉദാരവാനായ സവർണനാണ്. ഈ ഒരു ബോധം മലയാളി സമൂഹത്തിൽ ഒരട്ടിമറിയിലൂടെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് വൈക്കം സത്യാഗ്രഹം നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ടൊരു പാഠം. അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ ഈ വിഷയത്തെ, അതായത് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പൗരാവകാശ പ്രക്ഷോഭത്തിൻ്റെ സാധ്യതകളെ, അന്ന് ഉയർത്തിക്കൊണ്ടുവന്ന മുദ്രാവാക്യങ്ങളെ വീണ്ടെടുക്കുന്ന വിധമുള്ള ഒരു ആഖ്യാനം, അതിൽ കേന്ദ്രമായിരിക്കേണ്ടത് കേരളത്തിലെ ഒരു നേതാവുമല്ല, തീർച്ചയായും അത് EV രാമസ്വാമി നായ്ക്കരാണ്. അദ്ദേഹമാണ് തിരിച്ചു പിടിച്ചത്, പൗരാവകാശ പ്രക്ഷോഭമാക്കി പുനഃസ്ഥാപിച്ചത്. അപ്പോഴും ഗാന്ധിയെ മറികടന്ന് പോകാൻ കഴിയാതിരുന്നതുകൊണ്ട് പല സ്ഥലത്തും യങ് ഇന്ത്യയിൽ ഗാന്ധി എഴുതി. ജോർജ് ജോസഫ് ഏറ്റവും അവസാനം വസ്തുത മനസ്സിലാക്കി, അതായത് ഇത് ഹിന്ദുക്കളുടെ ആഭ്യന്തര കാര്യമാണ് എന്ന വസ്തുത മനസ്സിലാക്കി ക്ഷമാപൂർവം അദ്ദേഹം പിന്മാറുകയുണ്ടായി എന്ന് ഗാന്ധി എഴുതുന്നുണ്ട്. അതിന് മറുപടി ജോർജ് ജോസഫ് പറയുന്നുണ്ട്, ഞാനൊരു ക്ഷമയും ഗാന്ധിയോട് ചോദിച്ചിട്ടില്ല, ഞാനിപ്പോഴും തെറ്റ് ചെയ്തതായിട്ട് വിചാരിക്കുന്നുമില്ലെന്നാണ് പറയുന്നത്. ഇവർക്കാർക്കും കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ഗുജറാത്ത് വരെ പോകുന്നു ഗാന്ധിയെ കാണാൻ. ഗുജറാത്തിൽ ചെന്ന് ഗാന്ധിയോട് സംസാരിക്കുന്നുണ്ട്. താങ്കൾ ഇങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് പറയുന്നത് ഗാന്ധിയോട്. ഗാന്ധി അപ്പോൾ വിചിത്രമായ യുക്തികളൊക്കെ പറഞ്ഞ് സ്വന്തം നിലപാട് ന്യായീകരിക്കും. ഏറ്റവും അവസാനത്തെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. അത് വൈക്കത്തിന് മുമ്പ് വിപ്ലവം നടന്നല്ലോ, കാര്യങ്ങളെല്ലാം റെഡിയായി. പിന്നെ ഇപ്പോൾ അവിടെ അവശേഷിക്കുന്ന ഒരേ ഒരു കാര്യം ജാതിത്താലമാണ്. അതും കൂടി അവസാനിപ്പിച്ചാൽ സംഭവം ശരിയായെന്നാണ് ചില ജാതി സംഘടനകളുടെ പുതിയ കണ്ടുപിടുത്തം. ഇതൊക്കെ വെറുതെ ശുദ്ധ നുണകളോ അബദ്ധങ്ങളുമാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. ഈ ജാതിത്താലം എടുക്കണമെന്ന് ദേവസ്വം ബോർഡ് ഉത്തരവൊന്നും ഇറക്കിയിട്ടില്ല. വൈക്കം ക്ഷേത്ര കമ്മിറ്റിയും ഉത്തരവ് ഇറക്കിയിട്ടില്ല. വൈക്കം ക്ഷേത്രത്തിൻ്റെ ഊരായ്മ കുടുംബവും ഉത്തരവ് ഇറക്കിയിട്ടില്ല. ഇതവിടെ ചെന്ന് മേടിച്ചെടുക്കുക. അവിടെ ചെന്ന്, അതായത് ഈ കൊലവാഴ പുറപ്പാടെന്ന് പറയുന്നൊരു പുറപ്പാടുണ്ട്. ആ പുറപ്പാട് ഞങ്ങൾക്കൂടി നടത്തണം. അപ്പോൾ എല്ലാവരും വാഴക്കൊലയായിട്ട് വന്നാൽ ശരിയായില്ലാന്ന് വൈക്കംകാർ ക്ഷേത്രത്തിലുള്ള എല്ലാവരും വരില്ല, അത് നായന്മാർ കൊണ്ടുവന്നായതാണ്. നിങ്ങളൊരു കാര്യം, താലം എടുത്തോളാം. പിന്നെ ഇവർ മത്സരിച്ച് താലം എടുക്കുക. അതിനിപ്പോൾ ആർക്കെതിരെയാണ് സമരം ചെയ്യേണ്ടത്? സ്വന്തം ആത്മാവിനെതിരെയാണ് സമരം ചെയ്യേണ്ടത്, സ്വന്തം ആത്മാഭിമാനത്തെ ഉയർത്തിപ്പിടിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ പുലയർ നാളെ തീരുമാനം, ഞങ്ങൾ ഈ നാണം കെട്ട പരിപാടിക്ക് ഇല്ലെന്നങ്ങ് തീരുമാനിച്ചാൽ തീരുന്ന കാര്യം ഈ ജാതിത്താലത്തിലുള്ളൂ. അവിടുത്തെ മുക്കുവർ തീരുമാനിക്കണം ഞങ്ങൾ ഈ പണിക്കില്ല, അന്ന് നിങ്ങൾ തന്നെ മൊത്തം അങ്ങ് എടുത്തു. ഈ വൈക്കത്തപ്പൻ്റെ പ്രഭ പോകുന്നാണല്ലോ പറഞ്ഞത്. ഈ പുലയനും പറയനും ഉള്ളാടനൊക്കെ കയറിയാൽ പ്രഭ പോകുന്നതാണ്. വൈക്കത്തപ്പൻ യഥാർത്ഥ പ്രഭയുണ്ടായത് ഇവർ കയറിയതിന് ശേഷം എന്നുള്ളതാണ് സത്യം. സ്വർണ്ണക്കൊടിമരായി, വലിയ നടവരമായി, ഇപ്പോൾ വലിയ കുശാല, കാര്യങ്ങൾ വളരെ മെച്ചമാണ്. അപ്പോൾ ഇതൊന്നും അല്ല യാഥാർത്ഥ്യം. വൈക്കം ക്ഷേത്രം, വൈക്കത്ത് 100 കൊല്ലം കൊണ്ടായ ഒരു മാറ്റമുണ്ട്. സംക്ഷിപ്തമായി പറയാം, ഈഴവരുടെ കുലത്തൊഴിൽ അന്ന് ചെത്തായിരുന്നു. അന്ന് ഈഴവരല്ലാത്ത ഒരാളെയും ചെത്താൻ അവരെ അനുവദിച്ചിരുന്നില്ല. ഇന്നതല്ല സ്ഥിതി. ചെത്താർക്കും പിടിക്കാം, ചെത്തറിയാവുന്ന ആർക്കും തെങ്ങി ചെത്താം, കള്ളെടുക്കാം, ഷാപ്പിൽ കൊണ്ട് വിൽക്കാം. എന്ന് പറഞ്ഞാൽ ആ തൊഴിൽ ജനാധിപത്യവൽക്കരിക്കപ്പെട്ടു. എല്ലാ ജാതികൾക്കും പങ്കെടുക്കാവുന്ന ഒരു തൊഴിലിടമായി
കള്ള് ചെത്ത് മാറിയിട്ടുണ്ട്. കള്ള് ചെത്തണോ കുടിക്കണോ അതൊക്കെ വേറെ കാര്യമാണ്. പുലയരുടെ പ്രധാനപ്പെട്ട തൊഴിൽ മേഖല കൃഷിപ്പണികൾ. ഇന്ന് കാർഷിക വൃത്തിയിൽ ഏർപ്പെടാൻ താല്പര്യമുള്ള വ്യക്തികളല്ലെന്നേ. ഇപ്പോൾ പഴയ USSRന്റെ ഫോട്ടോ കാണുന്ന പോലെ മുഴുവൻ മെഷീനാണ്. കൊയ്യുന്നതും മെതിക്കുന്നതും എല്ലാം മെഷീനായിട്ടുണ്ട്, കിളയ്ക്കുന്നതും എല്ലാം. അപ്പോൾ അതും ആ തൊഴിലും ജനാധിപത്യവൽക്കരിക്കപ്പെട്ടു. മീൻപിടുത്തം പണ്ട് മുക്കോര് മാത്രം ചെയ്തുകൊണ്ടിരുന്ന പണി ഇന്ന് മീൻപിടുത്തം മുക്കോര് മാത്രമാണോ ചെയ്യുന്നത്? മീൻ പിടിക്കാൻ അറിയാവുന്ന എല്ലാവർക്കും വേമനായിട്ട് കയറി പോയി മീൻ പിടിക്കുക. ആരും അവിടെ തടയുന്ന ഒരു സ്ഥലമേ ഉള്ളൂ, അത് വൈക്കം ക്ഷേത്രം. 1924 മലയാളി ബ്രാഹ്മണനാണ് അവിടെ പൂജ നടത്തിയത്. 2024 അവർ തന്നെ നടത്തുന്നത്. ഇത് ചോദ്യം ചെയ്യാൻ പിണറായി വിജയന് ധൈര്യമുണ്ടോയെന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഈ ദേവസ്വം ബോർഡ് എന്തിനാണെന്ന് ദേവസ്വം ബോർഡ് പറയുന്നത് മലയാളി ബ്രാഹ്മണർ മാത്രം അപേക്ഷിച്ചാൽ മതി. ഇതെന്ത് ജനാധിപത്യമാണ്, എന്ത് മതേതരത്വം ഇവർ പറയുന്നത്? അതുകൊണ്ട് പൂജ അറിയാവുന്ന മുഴുവൻ ആൾക്കാർക്കും വൈക്കം ക്ഷേത്രത്തിൽ പൂജ ചെയ്യാൻ അവകാശമുണ്ട് എന്ന സ്ലോഗനാണ് നമ്മൾ ഉയർത്തേണ്ടത്. ഒന്ന്, EVR പറഞ്ഞതുപോലെ പൂജ ചെയ്ത് മോക്ഷം നേടാനൊന്നുമല്ല, നിങ്ങൾക്ക് പറ്റിയല്ല ഞങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ഈ വൈക്കം ക്ഷേത്രത്തിൽ കിഴക്കേ നടയുടെ പുറത്തൊരു ചെറിയൊരു കുടിൽ പോലൊരു സാധനം, നാമം ജപിക്കാനുള്ളൊരു സംഭവം. ഊണിലിട്ടൊരു മാത്രമേ അതിനകത്ത് കയറി പിന്നെ നാമം ജപിക്കാൻ പറ്റുള്ളൂ. എന്താ അപ്പം അത് പറ്റത്തില്ല. നാമം ജപിക്കാൻ അറിയാവുന്ന മുഴുവൻ ആൾക്കാർക്ക് അവിടെ കയറാൻ അവകാശമുണ്ട്, അത് കയറണം. അപ്പം ഇതിങ്ങനെ ഒട്ടും ജനാധിപത്യവൽക്കരിക്കപ്പെടാതെ നിൽക്കുന്ന ഒരേ ഒരു സ്ഥലം വൈക്കം ക്ഷേത്രമാണ്. അതിന് ചുക്കാൻ പിടിക്കുന്നത് അവിടുത്തെ ബ്രാഹ്മണ സമൂഹമാണ്. അതുകൊണ്ട് അവർ മാറാൻ തയ്യാറാവണം എന്ന വളരെ വ്യക്തമായിട്ടുള്ള ഡിമാൻഡ് നമുക്ക് റേസ് ചെയ്തേ പറ്റൂ. പണ്ട് ക്ഷേത്രത്തിൽ നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറി മണിയടിച്ച P. കൃഷ്ണപിള്ള ഒരു കഥ പറഞ്ഞു കേട്ടിരുന്നു. പുള്ളി മണിയടിച്ചപ്പോൾ കുറേ നായന്മാർ വന്ന് പുള്ളിയതല്ലേ, നായന്മാരാണല്ലോ, നായന്മാർ ബ്രാഹ്മണരല്ലോ തല്ലുന്നത്, ബ്രാഹ്മണർക്ക് വേണ്ടി നായന്മാർ അടിയുണ്ടാക്കുന്നത്. കാരണം അവർ ആണ് ശൂദ്ര പടയാളികളാണ്. അപ്പോൾ കൃഷ്ണപിള്ള പറഞ്ഞത്ര അന്തസ്സുള്ള നായരും മണിയടിക്കും, ഇലനക്കി നായർ അവൻ്റെ പുറത്തടിക്കും എന്ന് പറഞ്ഞു. എന്ന് പറയുന്ന പോലെ ഈ വൈക്കം ക്ഷേത്രത്തിലെ ഫ്രണ്ടിലുള്ള കിഴക്കേ നടയിലുള്ള അവിടെ ഈ പൂണൂലിട്ടോ മാത്രം കയറുന്ന അകത്ത് കയറി നാമം ജപിക്കാൻ അറിയാവുന്ന 10 പേര് കയറി അത് നടത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. ഒത്തുതീർപ്പ് വ്യവസ്ഥയിൽ അയിത്തമില്ലാതാക്കാനുള്ള ഒത്തുതീർപ്പ് വ്യവസ്ഥയായിരുന്നില്ല. ഞങ്ങൾ കുളം വേറെ കുത്താന്നാ, പൂജാരിമാർക്ക് തീണ്ടലുണ്ടാകാതിരിക്കുക ഞങ്ങൾ വേറെ കുളം കുത്താന്നാണ്. അല്ലാണ്ട് ഈ കുളത്തിൽ അശുദ്ധി ഇല്ല എന്നല്ല പറയുന്നത്. വേറെ കുളം കുത്താം, വേറെ വാതിലുണ്ടാക്കാം, ഇത്രയും വിചിത്രമായ കാര്യങ്ങൾ. അതിൻ്റെ ബാക്കി പത്രമാണ് ഈ മാറാതെ നിൽക്കുന്ന ഈ മനുഷ്യർ. ഈ മാറാതെ നിൽക്കുന്നവർ വൈക്കത്തിൻ്റെ പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്നവർ. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് വൈക്കം ഒരു ദരിദ്ര പട്ടണമാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ താലൂക്കുകളിലൊന്നാണ്. ബാക്കി എല്ലാ താലൂക്കും വികസിച്ചു, വൈക്കം മാത്രം വികസിക്കുന്നില്ല. പടിഞ്ഞാറ് വശത്തെ കായലുള്ളത് കൊണ്ടൊന്നുമല്ല. ശരിക്കും ഇപ്പോൾ നമ്മുടെ ഈ റെയിൽവേ ലൈൻ, ഈ തൃപ്പൂണിത്തുറയിൽ കൂടി പോകുന്ന റെയിൽവേ ലൈൻ വൈക്കം വഴി പോകാൻ തീരുമാനിച്ചതാണ്. അന്ന് ഈ പട്ടന്മാരുടെ 2 സഭകളുണ്ട്, പടയാർ സമൂഹവും വൈക്കം സമൂഹവും. ഈ 2 സമൂഹവും ഓരോ പ്രമേയം പാസ്സാക്കിയിട്ട് റെയിൽവേ സ്റ്റേഷൻ ഇങ്ങോട്ട് കൊണ്ടുവരരുത്, കണ്ട പുലേനും പറയാനുമല്ല ഇവിടെ വന്നിറങ്ങി വൈക്കം അശുദ്ധമാക്കുമെന്ന് പ്രമേയം പാസ്സാക്കിയ മന്ദബുദ്ധികളാണ് ഈ പട്ടന്മാർ. നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അവർ മാറിയേ പറ്റൂ. സമൂഹത്തിൻ്റെ പുരോഗതി പോട്ടെ, നാടിൻ്റെ പുരോഗതിക്ക് അവർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ കൂടുതൽ ഇവർ മാറാൻ തയ്യാറായില്ലെങ്കിൽ സർ CP പറഞ്ഞതുപോലെയൊക്കെ ചിലപ്പോൾ കേരളം ഒരുപക്ഷെ പറഞ്ഞെന്ന് വരും. പട്ടന്മാർ വിട്ടു പോകാൻ ഒക്കെ പറയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറും. അതുകൊണ്ട് നാടിൻ്റെ പുരോഗതിയെ മാനിച്ചും സമൂഹത്തിൻ്റെ പുരോഗതിയെ മാനിച്ചും ഈ സമൂഹം, നമ്മളൊരു ഫാസിസ്റ്റ് മുദ്രാവാക്യം ഉയർത്താതെ തന്നെ ഈ സമൂഹം സ്വയം മാറുകയും മാറിയ സമൂഹത്തെ ഉൾക്കൊള്ളുകയും എല്ലാവരുടെ അവകാശം അംഗീകരിക്കുന്നൊരു സമൂഹമായി മാറുകയും അതുകൊണ്ട് അവിടുത്തെ
ഏറ്റവും കീഴ്ത്തട്ട് വിഭാഗങ്ങൾ അല്ല മാറാത്തത്. യഥാർത്ഥത്തിൽ മാറാത്തത് നമ്മൾ ആദരപൂർവ്വം പറയുന്ന ബ്രാഹ്മണർ തന്നെയാണെന്നുള്ളതാണ് വൈക്കം നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട പാഠം. അത് തിരുത്താൻ കേരളത്തിൽ ഒരു പുതിയൊരു സമൂഹവും പൗരത്വത്തിലധിഷ്ഠിതമായ പുതിയ ആർഗ്യുമെൻറ്റുകളും കേരളത്തിൽ പ്ലേസ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അതല്ലാതെ വൈക്കത്ത് ഓൾറെഡി വിപ്ലവം നടന്നു കഴിഞ്ഞു എന്നുള്ള അബദ്ധധാരണകളും വൈക്കത്തു നിന്നല്ല കേരളത്തിൽ ഒരു കാര്യവും നടന്നിട്ടില്ല എന്നുള്ള ധാരണകളുമൊക്കെ മാറ്റിവെച്ച് കൂടുതൽ സംവാദാത്മകമായി കൂടുതൽ തുറന്ന മനസ്സോടുകൂടി ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുവാനും ഏറ്റെടുക്കുവാനും ഒരു പബ്ലിക് ആക്ഷനിലേക്ക് വരുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട്.